അപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പതുക്കെ എന്താ പറയുക, ഇൻയാങ്ങിനായിരുന്നു നമ്മൾ ഇത്രയും ദിവസം കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പതുക്കെ നമ്മൾ 5 എലമെന്റിലേക്ക് വരികയാണ്. അപ്പം നമ്മൾ ഇൻയാങ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. ഇൻയാങ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. എപ്പോഴും അതൊരു ബാലൻസിങ് സ്റ്റാറ്റസിലാണ് പൊതുവെ ഉണ്ടാവുക. ഒരു പൊതുവെ ഇന്ന് കൂടുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് യാങ്ങിൽ അഡ്ജസ്റ്റ് വരും. അതല്ലെങ്കിൽ യാങ്ങിൽ അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്ന സമയത്ത് ഇന്നിൽ അഡ്ജസ്റ്റ്മെന്റ്സ് വരും. അത് കൂടാതെ തന്നെ ചില സെർട്ടൺ കേസസിൽ വന്നിട്ട് ഇന്നിന് ആധിക്യമോ അല്ലെങ്കിൽ യാങ്ങിന് ആധിക്യമോ വരുമ്പോൾ ചിലപ്പോൾ ബാലൻസിങ്ങിന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ പോലും പൊതുവെ ഇതെല്ലാം തന്നെ ഇന്റർ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. ഈ ഇൻയാങ്ങിന് ശേഷം പിന്നെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള മറ്റേ ബാലൻസിങ് സിസ്റ്റത്തിൽ വരുന്ന TCMൽ വരുന്ന ഒരു കാര്യമാണ് ഈ 5 ഫേസസ് അല്ലെങ്കിൽ 5 എലമെന്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൂസിങ് എന്ന് പറയുന്നത് എല്ലാം തന്നെ 5 എലമെന്റ് ഫിലോസഫിയുടെ വേർഡാണ്. അപ്പൊ നമുക്കറിയാം, നിങ്ങൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞതുമാണ്. 5 എലമെന്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് വുഡ്, ഫയർ, എർത്ത്, മെറ്റൽ ആൻഡ് വാട്ടർ ആണ്. ഇതും എങ്ങനെയാണോ നമ്മൾ ഇൻയാങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ പരസ്പരം വന്നിട്ട് ഒരു എന്താ പറയുക, ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ വളരെയേറെ സഹകരണത്തോട് കൂടിയിട്ടാണ് ആ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യണത്. അങ്ങനെ ആ സൈക്കിൾ പോകുന്ന സമയത്ത് പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് ക്രിയേറ്റീവ് സൈക്കിൾ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒന്നിൽ നിന്നും വേറൊന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഈ 5 എണ്ണം മാത്രം ഉള്ളത് കൊണ്ട് പുറത്തുനിന്നുള്ള എലമെന്റ്സ് അല്ല കൺട്രോൾ ചെയ്യുന്നത്, മറിച്ച് പരസ്പരം ഇതേ എലമെന്റുകൾ തന്നെ 5 എണ്ണവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇവിടെ റിവൈസ് ചെയ്ത് പോവാം. ഇങ്ങനെ നമ്മളൊരു ഓർഡർ പറയുന്ന സമയത്ത് ഓരോ സമയങ്ങളിൽ നോക്കുക കഴിഞ്ഞാൽ ചിലർ വുഡിനെ മുകളിൽ എഴുതും, ചിലർ ഫയറിനെ എഴുതും. അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്കൊരു ഓർഡർ എന്തെങ്കിലും ഒന്ന് വേണം അല്ലേ? അപ്പൊ പൊതുവെ ഞാൻ പറയാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഫയറിൽ നിന്നും തുടങ്ങി ഫയറിൽ അവസാനിക്കുന്നതാണ് ക്രിയേറ്റീവ് സൈക്കിൾ എന്ന്. എന്തുകൊണ്ടാണ് അതിന് എളുപ്പം ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഭൂമിയുടെ ക്രിയേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമി എന്ന് പറയുന്നത് ഒരു അഗ്നിഗോളമായിരുന്നു. അത് ആ സാധനം തണുത്തപ്പോഴാണ് ശരിക്കും പറഞ്ഞ അഗ്നിയിൽ നിന്ന് മാറി നമ്മളുടെ ഈ കാണുന്ന ഒരു സോളിഡ് സ്റ്റേറ്റ്സിലേക്ക് വന്നത്. ഈ സോളിഡ് സ്റ്റേറ്റ്സിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ മൂലകങ്ങൾ ഉണ്ടായിരുന്നത് ഭൂമിയിലാണ്. ഈ മൂലകങ്ങൾ കാലക്രമേണ തമ്മിൽ ബന്ധപ്പെട്ട് വെള്ളം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. വെള്ളം ക്രിയേറ്റ് ചെയ്ത ശേഷം സസ്യജാലങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഈ വെള്ളം ക്രിയേഷൻ നടന്ന ശേഷം മാത്രമാണ് ബാക്കി ഏകകോശ ജീവിയായ അമീബ പോലും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് മാത്രമല്ല, ഇനി കാലക്രമേണ ഭൂമി അവസാനിക്കാൻ പോകുന്നതും അഗ്നിയിലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഫയറിൽ തുടങ്ങി ഫയറിലേക്ക് പോകുന്ന ഒരു സൈക്ലിക് പ്രോസസ്സാണ് നമ്മളുടെ ക്രിയേറ്റീവ് സൈക്കിൾ എന്ന് പറയുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ചൈനീസിൽ അത് ഷെങ് സൈക്കിൾ എന്ന് പറയും. അപ്പോൾ ഫയർ നമുക്കറിയാം, ഏതൊരു സാധനവും കത്തിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ചാരം എന്ന് പറയുന്നത് മണ്ണിന് തുല്യമായിട്ടുള്ള ഒരു സാധനമാണ് അല്ലെ? ആ ചാരം എവിടെയാണ് നമ്മൾ ഇടാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? ഭൂമിയിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ്? അതിനകത്തുള്ള എലമെന്റ്സ് കാരണമാണ്. അപ്പൊ ഭൂമിയിൽ നിന്നാണ്, അപ്പൊ ഫയർ നമുക്ക് കിട്ടുന്നതാണ്. ഈ മണ്ണിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, മണ്ണില് ഏറ്റവും കൂടുതൽ മൂലകങ്ങൾ ഉള്ളത് മണ്ണിലാണ്. ജലം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആകാശത്ത് നിന്നാണ് മഴ പെയ്യണമെങ്കിൽ പോലും ഈ ആകാശത്തിലേക്ക്, അല്ലെങ്കിൽ ഈ കാർമേഘങ്ങൾ ഉണ്ടായത് എവിടുന്നാണ്? ഭൂമിയിലുള്ള വെള്ളം തന്നെയാണ് വേപ്പറൈസ് ആയിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയിലുള്ള H2O, അതായത് ഹൈഡ്രജനും ഓക്സിജനും കൂടി ഒരു പ്രത്യേക അനുപാതത്തിൽ ചേരുമ്പോഴാണ് ജലം സൃഷ്ടിക്കപ്പെടുന്നത്. ഈ ജലം സൃഷ്ടിച്ച ശേഷമാണ് സസ്യജാലങ്ങളും അനിമൽസ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈ സസ്യജാലങ്ങൾ നമുക്ക് അറിയാം, ഇത് വീണ്ടും വന്നിട്ട് എന്തായിട്ട് മാറും? അഗ്നിക്ക് എന്താ പറയാ, മറ്റേ ഫ്യൂവലായിട്ട് മാറും. ഓക്കെ, അഗ്നിയായിട്ട് മാറുന്ന സാധനമാണ് ഈ വുഡ്. അതൊന്നില്ലെങ്കിൽ നേരിട്ട് അഗ്നിയിലേക്ക് നമ്മൾ ദഹിപ്പിക്കും, അതല്ലെങ്കിൽ മണ്ണിനകത്തേക്ക് ഇത് പോയി കഴിഞ്ഞാലും ഇന്ന് കാലത്ത് അറേബ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഡെസേർട്ടിലൊക്കെ കിട്ടുന്ന മറ്റേ ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്, പണ്ട് അതൊക്കെ ഒരു മറ്റേ എന്താ പറയാ,
വനപ്രദേശമായിരുന്നു. വുഡിന്റെ ആധിക്യങ്ങൾ കൊണ്ട് മണ്ണിന് എന്താ പറയുക അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയിട്ട് അത് മരുഭൂമിയാകുകയും അവിടെ ഉണ്ടായിരുന്ന മറ്റേ വനം തന്നെ അകത്തേക്ക് പോയി കാലക്രമേണ ഫയറായിട്ട് മാറേണ്ട സാധനം ഫയലിന്റെ മൂലകമായിട്ട് മാറി എന്നാണ് പറയപ്പെടുന്നത് പൊതുവെ. ഓക്കെ, സോ ഫയറിൽ നിന്നും ഫയറിലേക്ക് വരുന്ന ഈ ഒരു സഞ്ചാരം ഇറ്റ് സപ്പോർട്ട്സ് അങ്ങനെ വേറൊന്നിനെ ഉൽപ്പാദിപ്പിക്കാൻ ഒരു സാധനം ഹെൽപ്പ് ചെയ്യുന്ന ഈ സിസ്റ്റത്തിനെ നമ്മൾ ക്രിയേറ്റിംഗ് സൈക്കിൾ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സൈക്കിൾ എന്നും പല പേരിൽ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ സപ്പോർട്ടീവ് സൈക്കിൾ കാണുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരാളിനെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയെന്നോ ഇനിയൊന്നിനെ മറ്റേ അതിൻ്റെ മകനായിട്ടോ മകളായിട്ടോ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ചൈനീസിൽ പൊതുവെ പറയുമ്പോൾ മദർ ആൻഡ് സൺ റിലേഷൻസ് എന്നാ പറയാം. അപ്പം ഭൂമി ഉണ്ടാവുന്നത് ഫയറിൽ നിന്നായതുകൊണ്ട് ഭൂമിയുടെ മദർ എന്ന് പറയുന്നത് ഫയറാണ്, ഫയറിന്റെ സൺ എന്ന് പറയുന്നത് ഭൂമിയാണ്. ഇങ്ങനെ പരസ്പരം തമ്മിൽ ഈ ക്രിയേറ്റീവ് സൈക്കിൾ ഇതെല്ലാം തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എർത്തിന്റെ സൺ എന്ന് പറയുന്നത് മെറ്റലാണ്, മെറ്റലിന്റെ മദർ എന്ന് പറയുന്നത് എർത്താണ്, മെറ്റലിന്റെ സൺ എന്ന് പറയുന്നത് വാട്ടറാണ്, വാട്ടറിന്റെ മദർ മെറ്റലാണ്. അതുപോലെ തന്നെ വാട്ടർ എന്നാണ് വുഡ് ഉണ്ടാവുന്നത്, അതുകൊണ്ട് തന്നെ വുഡിനെ സൺ എന്നും വുഡിന്റെ മദറായിട്ട് വാട്ടറിനെയും നമ്മൾ കൺസിഡർ ചെയ്യും. അതേപോലെ തന്നെ വുഡിനെ നമ്മൾ മദറായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫയറിനെ സണ്ണായിട്ടും മറ്റേ ഫയറിന്റെ മദറായിട്ട് വുഡിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സൈക്കിളാണ് ഇത്, പരസ്പരം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ഇതിന് രസകരമായി പറയാൻ പറ്റും, ഒരു മകൻ എപ്പോഴും വേറൊരു കുഞ്ഞിന്റെ അമ്മയായിരിക്കും എന്ന് പറയാം ഇല്ലേ. നമ്മൾ മദർ ആൻഡ് സൺ റിലേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഫയറിനെ സണ്ണായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, വുഡിന്റെ സണ്ണായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഫയർ തന്നെയാണ്, ഈ സണ്ണ് തന്നെയാണ് എർത്തിന്റെ മദറായിട്ടും വരുന്നത് എന്നുള്ളത് നമ്മൾ രസത്തിന് ക്ലാസ്സുകളിൽ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു പഠിക്കാറുണ്ട്. ഒരു അമ്മ എപ്പോഴും ഒരു മകൻ എപ്പോഴും വേറൊരു കുഞ്ഞിന്റെ അമ്മയായിരിക്കും. അതാണ് ക്രിയേറ്റീവ് സൈക്കിളിന്റെ ഫോർമുല എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ 5 മൂലകങ്ങൾ മാത്രമാണ് പ്രകൃതിയിലുള്ളത്. ഈ 5 മൂലകങ്ങൾ എന്ത് ചെയ്യുന്നു, പരസ്പരം വേറൊന്നിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിന്റെ നിയന്ത്രണം ഇല്ലാതെ ആകരുത്. അങ്ങനെ നിയന്ത്രണം ഇല്ലാതെ ആവണം എന്നുണ്ടെങ്കിൽ ഇതിനെ ആരെങ്കിലും ഒരാൾ നിയന്ത്രിക്കണം. അങ്ങനെ ഒരാൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മൊണോപ്പൊളി സിസ്റ്റം ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട്, പ്രകൃതിയിൽ ആർക്കും മൊണോപ്പൊളി സിസ്റ്റം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പരസ്പരം ഒരാളിനെ കൂടെ നിയന്ത്രിക്കാൻ നമ്മളുടെ ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി പ്രകൃതി സ്വമേധയാ വെച്ചിട്ടുള്ള ഒരു കൺട്രോളിങ് സൈക്കിളാണ്. അതായത് നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റും, വുഡ് ഉണ്ടെങ്കിൽ ഒരു മണ്ണ് ഇവിടുന്ന് മഴ പെയ്യുമ്പോഴോ കാറ്റടിക്കുമ്പോഴോ ഇവിടുന്ന് മാറിപ്പോകുന്നുണ്ടെങ്കിൽ മണ്ണിനെ അതാ സ്ഥലത്തേക്ക് പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് സസ്യജാലങ്ങളാണ് വേണ്ടത് അല്ലെ. അതേപോലെ തന്നെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഭൂമിയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് പുഴയും കുളങ്ങളെയും ഒക്കെ നമ്മൾ സംരക്ഷിക്കണം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ കടലിലും വന്നിട്ട് ജലം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഭൂമിയിൽ തന്നെയാണ്. ഇത്രയേറെ സോഴ്സസ് വേറെ ഏതൊരു ഇതുവരെയും മനുഷ്യൻ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഒരു എന്താ പറയുക, നമുക്ക് പറയാം ഗ്രഹങ്ങളിലും ഇതുവരെ കണ്ടിട്ടില്ല. അത് എർത്തിൽ മാത്രമാണ് ദ സോഴ്സ് ഓഫ് വാട്ടർ ഏറ്റവും കൂടുതലുള്ളത്. അത് സ്റ്റോർ ചെയ്യുന്നത് എർത്ത് തന്നെയാണ്. എർത്തിന്റെ ഉപരിതലത്തിൽ 80% ജലത്താൽ കവർ ചെയ്തിരിക്കപ്പെടുന്നു എന്നാണല്ലോ പറയണത്. അതേപോലെ തന്നെ ഒരു അഗ്നി ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം അഗ്നിനെ നമുക്ക് ശമിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളമാണ് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ വാട്ടർ വന്നിട്ട് ഫയറിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്നു. നമുക്ക് ഏതൊരു മെറ്റൽ എലമെന്റിനെയും രൂപാന്തരപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ, അതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫയർ വേണം. ഈവൻ സ്വർണത്തിനെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ സ്വർണത്തിനെ ചൂടാക്കണം, ഇരുമ്പിനായിക്കോട്ടെ ഏതൊന്നിനെ ആയിക്കോട്ടെ. അതേമാതിരി തന്നെ ചൂട് ഒരുപാടാകുന്ന സമയത്ത് ഈ മെറ്റൽ ചൂടാകുകയും അത് വാട്ടറിന് പ്രചോദനം ചെയ്തുകൊണ്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ഈ മഴ ചൂട് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മഴ വരുന്നത് പോലും ആ മെറ്റലിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് കൊണ്ടാണ് കാർമേഘങ്ങളിലേക്ക് അത് പോകുന്നത്. സോ എല്ലാം തമ്മിൽ പരസ്പരം വന്നിട്ട് നിയന്ത്രണത്തിൽ കൂടെ എന്ത് ചെയ്യുന്നു, ഈ സൈക്കിൾ തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കോ സൈക്കിൾ അല്ലെങ്കിൽ കീ സൈക്കിളായിട്ടും അതേമാതിരി തന്നെ ഷെൻ സൈക്കിളായിട്ട് അല്ലെങ്കിൽ ജനറേറ്റിംഗ് സൈക്കിളായിട്ട് ഈ 5 എലമെന്റുകൾ മാത്രമുള്ള പ്രകൃതിയിൽ ഈ ഒരു സിസ്റ്റത്തിനെ സുഗമമായ രീതിയിൽ സഞ്ചാരത്തിന് യോഗ്യമാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ട് 2 സൈക്കിൾസ്. ഈ സൈക്കിൾ നമ്മൾ എത്ര ഉറക്കത്തിലാണെങ്കിൽ പോലും നമുക്ക് ഓർമ്മയുണ്ടാവണം.
ഇതല്ലാതെ 1-2 സൈക്കിളും കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, മറ്റേ ഇതിന്റെ കമ്പാരിസൺ ആണ് ഇത്. നോർമൽ ആയിട്ടുള്ള സൈക്കിളാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന 2 സൈക്കിളാണ് ജനറേറ്റിംഗ് സൈക്കിളും അതേമാതിരി തന്നെ കോ സൈക്കിൾ, കീ സൈക്കിൾ, അല്ലെങ്കിൽ മറ്റേ കൺട്രോളിംഗ് സൈക്കിൾ എന്നുള്ള പേരിൽ പല പേരുകളും പറയും. പക്ഷെ മെയിനായിട്ട് ഇതിന്റെ നിങ്ങൾ ഉദ്ദേശം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ചിലവർ ഡിസ്ട്രക്റ്റീവ് സൈക്കിൾ എന്നൊക്കെ പറയാറുണ്ട് പലവരും ഉപയോഗിക്കുന്ന സമയത്ത്. പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഓക്കെ, ഇത് കൺട്രോളിംഗ് ആണ് ചെയ്യുന്നത്. ആ കൺട്രോൾ ചെയ്യുന്നത് ആ കുട്ടികളെ നമ്മളിപ്പോൾ അഡ്വൈസ് ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും അവർക്ക് അസഹിഷ്ണുത വരുന്നത് പോലെ ഒരു വാക്ക് നമ്മൾ ചിലപ്പോൾ അവിടെ ഡിസ്ട്രക്റ്റീവ് സൈക്കിൾ എന്ന് പറഞ്ഞ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഏറ്റവും നല്ലത് കൺട്രോളിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. ഓക്കെ, സോ ഈ പോസിറ്റീവ് സൈക്കിളിലാണ് പ്രകൃതി സുഗമമായ സഞ്ചാരപഥത്തിലുള്ളത്. ഇതേപോലെ തന്നെ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും നന്നായിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ചീ നന്നായിരിക്കണം ആദ്യത്തെ, അതിനുശേഷം ഇൻയാങ് നന്നായിരിക്കണം. അതുപോലെ തന്നെ ഈ 5 എലമെന്റ് അല്ലെങ്കിൽ 5 ഫേസസും ഈ ക്രിയേറ്റീവ് ആൻഡ് കൺട്രോളിംഗ് സൈക്കിൾ പ്രോപ്പർ ആയിരിക്കുകയാണെങ്കിൽ എല്ലാം സുഗമമായി ഇരിക്കും, നന്നായിരിക്കും. ഓക്കെ, ഇതിന് നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്. എല്ലാത്തിനും ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഇതിനകത്തും ചില എന്താ പറയുക പോരായ്മകൾ വരുന്നുണ്ട്. ഈ ചീ സൈക്കിളിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോഴാണ് അസുഖം വരുന്നത്. അതല്ലാതെ തന്നെ അതിനെ നമുക്ക് പ്രധാനമായിട്ട് 2 രീതിയിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഓവർ ആക്ടിങ് സൈക്കിൾ അല്ലെങ്കിൽ ഷെൻ സൈക്കിൾ. ഇപ്പൊ ഓവർ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കുട്ടികളെയൊക്കെ വന്നിട്ട് അടിച്ച് നിയന്ത്രിച്ചാണ് വളർത്തേണ്ടത്. പക്ഷെ അവരെ ഒരുപാട് നിയന്ത്രിക്കുകയാണെങ്കിൽ ആ കുട്ടികൾ വഴിതെറ്റി പോവാണ് ചെയ്യാറ്, അല്ലേ? ഇപ്പൊ ഒരു സ്വർണം ഉരുക്കണം, അതിന് ഒരു ചൂട് വേണം. ആ ചൂടിൽ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ സ്വർണം അതിനനുസരിച്ച് വളയും. അതേ സമയത്ത് നിങ്ങൾ അതിനെ വന്നിട്ട് ആ വളവിലും കൂടുതൽ ഒരുപാട് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ആ സ്വർണം മെൽട്ടായിട്ട് പോകും, ഇല്ലേ? അതേമാതിരി തന്നെയാണ് എല്ലാ കാര്യത്തിലും. ഇപ്പൊ വെള്ളം പാത്രത്തിൽ വെച്ച് തിളപ്പിക്കുന്നു, ആ തിള വരുന്ന സമയത്ത് എടുത്തു വെക്കാതെ നമ്മൾ മൊബൈലിലോ വല്ലതോ അല്ലെങ്കിൽ ടി വിയിലോ വല്ലതും കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് എക്സസ് ഹീറ്റായി അവസാനം വന്നിട്ട് ഉള്ള വെള്ളം എല്ലാം വറ്റി തന്നെ നമ്മുടെ വീട്ടിലെ പല ആൾക്കാരുടെയും പാത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, സോ അത് മുഴുവനും എന്താ പറയാ ഓവർ കൺട്രോൾ ആകുന്ന സമയത്ത് ഇപ്പൊ ഫയർ മെറ്റലിനെയാണ് ഓവറായിട്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ മെറ്റലിന്റെ ക്വാളിറ്റി തന്നെ മാറിപ്പോകും. അതിനൊന്നും സ്വമേധയാ ചെയ്യാൻ പറ്റാത്ത ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറും. അപ്പോൾ ഓവർ ആക്ടിങ് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇന്നത്തെ മരുഭൂമികളൊക്കെ ഒരു കാലത്ത് വനങ്ങളായിരുന്നു എന്ന് പറഞ്ഞു. ഈ വുഡുകൾ, അവിടെയുള്ള വനങ്ങൾ ഭൂമിയുടെ എസൻസിനെ മുഴുവനും വലിച്ചെടുക്കുകയും തിരിച്ച് ഭൂമിയിലേക്ക് ആവശ്യമുള്ള എലമെന്റ്സ് കിട്ടാണ്ടാകുന്ന സമയത്താണ് ആ എർത്ത് വന്നിട്ട് എന്തായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ മണ്ണിന് പകരം അത് മണലായി മാറുകയും അവിടെ ഈ വലിച്ചെടുത്ത മരങ്ങൾക്ക് പിന്നീട് സർവൈവൽ ആകാൻ പറ്റാതാവുകയും അത് നശിച്ചു പോവുകയും ചെയ്യുന്നത്. ഇതൊരു പ്രകൃതിയുടെ നിയമമാണ്. ഇന്ന് വനങ്ങളുള്ള സ്ഥലങ്ങൾ പിന്നീട് ഒരിക്കൽ മരുഭൂമിയായിട്ട് മാറും. ഒരിക്കൽ ഫ്ലറിഷിംഗ് ആയിരുന്ന സ്ഥലം പിന്നീട് ഒട്ടും എന്താ പറയാ ഒരു വിധ ഡെവലപ്മെന്റും ഇല്ലാതെ അതപ്പതിച്ച് പോകും. ഈ ഒരു സൈക്കിള് ഏത് സമയത്ത് ഏത് രാജ്യത്ത് അല്ലെങ്കിൽ ഏത് സ്ഥലങ്ങളിൽ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതിനെല്ലാം മറ്റേ ചീ വന്നിട്ട് ഒരിക്കലും സ്റ്റാഗ്നന്റ് ആയി നിൽക്കാൻ പാടില്ല, ഒരു ഭാഗത്ത് തടഞ്ഞു നിൽക്കപ്പെടാൻ പാടില്ല എന്നാണ് നമ്മുടെ ചീയുടെ റൂള്, ഫണ്ടമെന്റൽ റൂള് തന്നെ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം എനർജിയുടെ സോഴ്സസ് ആയതുകൊണ്ട് ഇന്ന് നന്നായിരിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇന്ന് വനഭൂമിയും ഫലപുഷ്ടിയുമായിരിക്കുന്ന സ്ഥലങ്ങൾ പിന്നീട് ഒരിക്കൽ വന്നിട്ട് മരുഭൂമിയായി മാറുകയും ഇതേ മരുഭൂമികൾ കാലക്രമേണ പിന്നീട് എന്തായിട്ട് മാറും, തിരിച്ച് ഫ്ലറിഷ്നെസ്സിലേക്ക് വരികയും ചെയ്യും. ഇതൊരു സൈക്കിളാണ്. അതിന്റെ കാലാവധിയാണ് നമുക്ക് അറിയാത്തത്. അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ ഏകദേശം ധാരണയുണ്ടാവും. ഈ ഒരു സൈക്കിൾ മാറിക്കൊണ്ടേയിരിക്കും, എല്ലാത്തിനും സംഭവിക്കുന്നതാണ്. പണ്ട് ഇന്ത്യ വല്ലാത്ത എല്ലാ രാജ്യങ്ങളിലേക്കാളും കൂടുതൽ അമൂല്യമായ ശേഖരണങ്ങളും നല്ലൊരു ലൈഫ് സ്റ്റൈലൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നീട് അത് മുഴുവനും ഇല്ലാതായി. നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഉള്ള രാജ്യങ്ങളെ നോക്കുമ്പോൾ ഫുഡ് ഹംഗറി ഇൻഡെക്സിൽ നോക്കിക്കഴിഞ്ഞാലും ഹാപ്പി ഇൻഡെക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലേക്കാളും താണതായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിനും ഒരു മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇത് പ്രകൃതി നിയമമാണ്. ചീ എപ്പോഴും വന്നിട്ട് ഒരു ഭാഗത്ത് സ്റ്റാഗ്നന്റ് ആവില്ല. അത് പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കും. നമ്മളുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഫുഡ് സ്റ്റൈലും കൊണ്ടുള്ള ചില അപാകതകൾ അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള എലമെന്റിൽ കൊണ്ടുള്ള ചില അപാകതകൾ കൊണ്ട് കുറച്ചൊരു കാലതാമസം വരികയോ അല്ലെങ്കിൽ കുറച്ച് സ്പീഡി ആവുക എന്നല്ലാതെ ചീ എപ്പോഴും മാറിക്കൊണ്ട് തന്നെ ഇരിക്കും, ഒരു ഭാഗത്ത് സ്റ്റാഗ്നന്റ് ആവില്ല.
അപ്പോൾ ഓവർ ആക്ടിങ് എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവിലായിട്ട് പറയുകയാണെങ്കിൽ ഇതിനെ നെഗറ്റീവ് ആസ്പെക്ട്സ് ആയിട്ട് വേണം കാണാൻ. ഇത് നമ്മൾ കുട്ടികളിലോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ വന്നിട്ട് കുട്ടികൾ തന്നെ ആവണമെന്നില്ല. ചിലവരൊക്കെ വന്നിട്ട് എത്ര വലിയ മക്കളായി കഴിഞ്ഞാലും മക്കളായി കഴിഞ്ഞാൽ പോലും ആ മക്കളെയൊക്കെ വന്നിട്ട് അച്ഛനമ്മമാർ അല്ലെങ്കിൽ മുത്തശ്ശന്മാർ ഓവറായിട്ട് നിയന്ത്രിക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വന്നിട്ട് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ലൈഫിൽ ഒരു സക്സസ്ഫുൾ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ അച്ഛനും അമ്മയുടെയും കാലഘട്ടത്തിന് അല്ലെങ്കിൽ മുത്തശ്ശൻ്റെയും കാലഘട്ടത്തിന് ശേഷം അവർക്ക് ആ സിറ്റുവേഷൻസൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മനോധൈര്യം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അത് നമുക്ക് പരീക്ഷണങ്ങളാണല്ലോ. ഓരോ പരീക്ഷയും നമുക്ക് പരീക്ഷണങ്ങളായതുകൊണ്ട് തന്നെ പരീക്ഷകളൊന്നും എഴുതാതെ ഒരുത്തൻ ജോലി കിട്ടി വന്നു കഴിഞ്ഞാൽ അവന് ശരിക്കുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് പോലെ തന്നെ ഇതെല്ലാം ഓവർ ആക്ട് ചെയ്യുന്നത് വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഏതൊരു സാധനവും ഏതൊന്നിൻ്റെ മേലെയും ഓവർ ആക്ട് ചെയ്യരുത്. അതായത് ഭൂമിയുടെ മുകളിൽ വുഡ് ആയിക്കോട്ടെ, വുഡിന്റെ മുകളിൽ മെറ്റൽ ആയിക്കോട്ടെ, മെറ്റലിന്റെ മേളിൽ ഫയർ ആയിക്കോട്ടെ, ഫയറിന്റെ മേലെ വാട്ടർ ആയിക്കോട്ടെ, ഈ എങ്ങനെയാണെങ്കിലും ശരി തിരിച്ചും ഈ ഒരിക്കലും ഓവർ ആയിട്ടുള്ള കൺസിഡറേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആസ്പെക്ട്സിലേക്കേ പോവുള്ളൂ. ഓക്കെ, അതേമാതിരി തന്നെയാണ് ഇൻസൾട്ടിങ് സൈക്കിൾ. അതായത് നമ്മളിപ്പോൾ ഓവർ ആക്ടിങ് എന്ന് പറഞ്ഞു, ഫയറാണ് മെറ്റലിനെ നിയന്ത്രിക്കുന്നത്. അതിന്റെ അളവ് കൂടുന്ന സമയത്ത് അത് ഓവർ ആക്ടിങ് ആയിട്ട് മാറും. അതേ സമയത്ത് ഇൻസൾട്ടിങ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ മരത്തിനെ കട്ട് ചെയ്യാൻ, ഒരു മരം ഉണ്ടെങ്കിൽ ആ മരം കട്ട് ചെയ്യാൻ വന്നിട്ട് നമുക്ക് മെറ്റൽ ഉപയോഗിക്കണം. അതിനാണ് നമ്മൾ ഇരുമ്പ് കൊണ്ടുള്ള മഴുവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എലമെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മരത്തിനെ കട്ട് ചെയ്യുന്നു. അതേ സമയത്ത് ഈ മെറ്റലിന് മരത്തിനെ വെട്ടാനുള്ള ഹാർഡ്നെസ് ഇല്ല, അല്ലെങ്കിൽ കൊണ്ടുവന്ന നമ്മുടെ ഒരു ചെറിയ മഴുവുണ്ട്, അത് പച്ചിരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആ മരത്തിനെ കൊണ്ട് നല്ല കാതൽ, ഒരുപാട് കാലം പഴക്കമുള്ള അല്ലെങ്കിൽ നല്ല കാതലുള്ള ഒരു മരത്തിനെയാണ് വെട്ടാൻ പോയെങ്കിൽ മരം മുറിയുന്നതിന് മുമ്പേ തന്നെ മഴുവിൻ്റെ മൂർച്ച മുഴുവനും പോയിട്ടുണ്ടാവും. പലരുടെയും അടുക്കളയിലെ കത്തി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, കത്തി കൊണ്ട് മുറിക്കണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. പഴം മുറിക്കണമെങ്കിൽ പോലും തന്നെ നമ്മളെ ഫോഴ്സ് ഇല്ലാതെ കത്തി കൊണ്ട് മുറിയാൻ പറ്റാത്ത രീതിയിൽ ഈ മെറ്റലിന്റെ ഷാർപ്നെസ് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് ആക്ച്വലി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അത് ഇൻസൾട്ടിങ് ആണ് അല്ലേ. നമ്മൾ പറഞ്ഞ ഇപ്പൊ നമ്മുടെ മക്കളെ ചീത്ത പറയുന്നതിന് പകരം ഇന്ന് കാലഘട്ടങ്ങളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളാണ് അച്ഛനും അമ്മേനെയും അല്ലെങ്കിൽ മുത്തശ്ശന്മാരെയും മുത്തശ്ശിയൊക്കെ നിയന്ത്രിക്കുന്നത് കുട്ടികളായി. സോ ആക്ച്വലി എന്താണ് സംഭവിക്കേണ്ടത്? മുത്തശ്ശനോ മുത്തശ്ശിയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആണ് ആ കുട്ടികളെ നിയന്ത്രിക്കുന്നത്. അതിന് പകരം റിവേഴ്സ് ഓർഡറിലാകുന്ന സമയത്ത് അത് ഇൻസൾട്ടിങ് ആണ്. ഭർത്താവ് സമ്പാദിക്കുകയും ഭാര്യ വീടിനെ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു സപ്പോർട്ടിങ് സൈക്കിളാണ്. അതേ സമയത്ത് ഭാര്യ സമ്പാദിക്കുകയും ഭർത്താവ് വീടിനെ നോക്കി ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു കോമൺ ആസ്പെക്ട്സ് ആണെങ്കിൽ പോലും അത് ആക്ച്വലി ഇൻസൾട്ടിങ് സൈക്കിളാണ്. അയാൾക്ക് വെളിയിൽ മറ്റുള്ളവരെന്ത് സംസാരിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു ഇൻസൾട്ടിങ് ആയിട്ടാണ് പൊതുവെ നമ്മുടെ കണ്ടുവരാറ്. ഇപ്പൊ കാലഘട്ടങ്ങൾ മാറുന്നുണ്ട്. ആ മാറുന്നത് ഇന്നായി ഇരിക്കാതെയും യാങ്ങായി ഇരിക്കാതെയും കൊണ്ടാണ്. അങ്ങനെ ഇന്നായി ഇരുന്നില്ല എങ്കിൽ പണ്ട് കാലത്ത് യാങ്ങായി ഇരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ആർക്കും കൂടെ വരും, ഇന്നിനും കൂടെ വരും. അതുകൊണ്ടാണ് ഇന്ന് കാലഘട്ടങ്ങളിൽ ലിവർ ഡിസീസ് ഒക്കെ സ്ത്രീകൾക്ക് കൂടുതലാണ്. ലിവർ മാത്രമല്ല, പൊതുവെ ആണുങ്ങൾക്ക് വരുന്ന എല്ലാ അസുഖങ്ങളും പണ്ടത്തെക്കാളും കൂടുതൽ ഇന്ന് സ്ത്രീകൾക്ക് വരുന്നതിൻ്റെ ഒരു റീസൺ കൂടെയാണ് ഇന്നായി ഇരിക്കാതെ യാങ്ങിൻ്റെ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്കും ലിവർ ഡിസീസും ഒക്കെ തന്നെ സ്ത്രീകൾക്കും വരുന്നത്. ഓക്കെ, ഇതൊക്കെ എൻ്റെ ഒരു അസംഷനാണ്. എടുക്കാതിരിക്കുകയോ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ 5 phases നമ്മൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ കൺട്രോളിങ് സൈക്കിൾ, നമ്മൾ ക്രിയേറ്റീവ് സൈക്കിളിന് ഒരു കഥ പറഞ്ഞു. ഫയറിൽ നിന്നും തുടങ്ങി ഫയറിൽ അവസാനിക്കുന്നതാണ് ഭൂമിയുടെ ചലന സഞ്ചാരം അല്ലെങ്കിൽ അതിൻ്റെ വേ ഓഫ് മൂവ്മെന്റ്സ്. അപ്പൊ നമ്മൾ ഈ കൺട്രോളിങ് സൈക്കിൾ നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ ഒരു എളുപ്പമായിട്ടുള്ള വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസം രാവിലെ എടുക്കുക. നമുക്ക് ആദ്യം വരേണ്ടത് ഉദയം എന്ന് പറഞ്ഞ സമയത്താണ്. ഉദയം വരണം എന്നുണ്ടെങ്കിൽ സൂര്യനിൽ നിന്നും ചൂട് വരുന്നു, ദ ഹയ്യസ്റ്റ് ഏരിയയിൽ നിന്നും ചൂട് വരുന്നു. ആ ചൂട് ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ആദ്യം അത് ടച്ച് ചെയ്യുന്നത് എന്തിനെയാണ്? വായുമണ്ഡലത്തിനെയാണ് സൂര്യപ്രകാശം ആദ്യം തട്ടുക. ഓക്കെ, അങ്ങനെ വായുവിന് ടച്ച് ചെയ്യുന്നു. അപ്പോൾ ഫയർ കൺട്രോൾസ് എന്തിനെ?
മെറ്റലിനെ വന്നു അല്ലേ? Yeah. ആദ്യം ആകാശത്ത് സൂര്യനുണ്ട്. സൂര്യന്റെ ചൂട് ആദ്യം ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് വായുമണ്ഡലാണ്. ആ വായുമണ്ഡലത്തിനാണല്ലോ നമ്മൾ മെറ്റൽ എന്ന് പറയുന്നത്, ഇൻക്ലൂഡിങ് ഭൂമിയിലകത്തുള്ള മെറ്റൽസും കൂടെ ചേർന്നിട്ട്. അപ്പൊ വായുവിലാണ് ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫയർ കൺട്രോൾസ് മെറ്റലായി. ഓക്കെ, ആ വായുവിൽ നിന്ന് പിന്നെയും സൂര്യൻ താഴോട്ട് വരുന്ന സമയത്ത് പിന്നെ ടച്ച് ആവുന്നത് ഏതിനകത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വുഡിലേക്കാണ്, സസ്യജാലങ്ങളിലാണ്. മാൻ മെയ്ഡ് ബിൽഡിങ്ങിനെ നമ്മൾ ഇതിനകത്ത് കണക്കാക്കില്ല. അപ്പോൾ അത് മാത്രമല്ല, ഈ ചൂട് വായുവിനെ ടച്ച് ചെയ്യുന്ന സമയത്ത് വായുവിന് നോർമലായി ഇരിക്കുന്നതിൽ നിന്നും പെട്ടെന്ന് ചൂട് വരുന്ന സമയത്ത് ആ വായുവിന് ഒരു സഞ്ചാരം നടക്കും. ആ സഞ്ചാരം കാറ്റിന്റെ രൂപത്തിലാവും. അത് വന്നിട്ട് വൃക്ഷങ്ങളിലേക്ക് തട്ടുമ്പോൾ വൃക്ഷങ്ങൾക്കും ഒരു ചലനാത്മകത ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഈ ചൂടിനെ നേരിട്ട് വായുവിൽ തട്ടിക്കഴിഞ്ഞ് പിന്നെയും വന്നു കഴിഞ്ഞാൽ നമ്മുടെ സസ്യജാലങ്ങളിലാണ് തട്ടുക. ഈ സസ്യജാലങ്ങൾ തട്ടിയ ശേഷം തിരിച്ചു തട്ടുന്നത് ഭൂമിയിലാണ് ചൂട് തട്ടുക. അതിനുശേഷം ഭൂമിയുടെ താഴ്ന്ന പ്രദേശത്തിൽ വെള്ളമാണുള്ളത്, വെള്ളത്തിലേക്ക് തട്ടും. തിരിച്ച് ഇന്നർ കോറിലേക്ക് പോകുന്ന സമയത്ത് ഫയർ തന്നെയാണല്ലോ ഭൂമിയുടെ ഇന്നർ കോർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസം നിലനിൽക്കുന്ന ഈ സിസ്റ്റത്തിനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റീവ് സൈക്കിളും ഭൂമിയുടെ സഞ്ചാരം എങ്ങനെയായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റീവ് സൈക്കിളും കിട്ടും. എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ മാത്രം. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ എടുക്കണം എന്നൊന്നുമില്ല. കാരണം ഞാനാണ് ഈ ചിത്രം ഡ്രോ ചെയ്ത് വെച്ചിരിക്കണമെങ്കിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഫയറിനെ മുകളിലേക്ക് വെക്കാനാണ്. അതിന് 1-2 കാര്യങ്ങളുണ്ട്. ഫയർ എന്ന് തുടങ്ങി ഫയർ എന്നാണ് അവസാനിക്കുന്നത്. ഫയറിൽ 4 സെറ്റ് ഓഫ് ഓർഗൻസ് ഉണ്ട്, അല്ലെങ്കിൽ 2 സെറ്റ് ഓഫ് ഇൻഓർഗൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഈ പറഞ്ഞു വരുന്ന കഥകൾ പറയാൻ നല്ലൊരു സുഖമാണ്. ഫയർ എപ്പോഴും മുകളിലാണ്, വെള്ളം എപ്പോഴും താഴെ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ പറയുന്ന സമയത്ത് വളരെയേറെ കംഫർട്ടബിൾ ആയിരിക്കും. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇതൊക്കെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാൽ പോലും എനിക്ക് നിങ്ങൾ എല്ലാവരെയും പരിചയമില്ലാത്തതുകൊണ്ടൊന്ന് ചോദിച്ചു എന്ന് മാത്രം. അപ്പൊ നമ്മൾ തിരിച്ചും ആ 5 എലമെന്റ്സിനെ ഒന്നുകൂടെ ഡീപ്പായിട്ട് നമുക്ക് നോക്കുകയാണ്. ഈ ചാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ കൺസെപ്റ്റിനെ എടുക്കണ്ട, ചൈനീസ് കൺസെപ്റ്റിനെ എടുത്താൽ മതി. കാരണം കാലാവസ്ഥകളൊക്കെ ഡയറക്ഷൻസ് ഒക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ സിസ്റ്റം അല്ല, തിരിച്ച് ചൈനയിൽ നിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. TCM എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ എന്നാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് ഫിലോസഫി ആയിട്ടാണ് ഇത് കൂടുതൽ ചില കാര്യങ്ങളിൽ മാത്രം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ 5 എലമെന്റ് എന്ന് പറയുന്ന സമയത്ത് വുഡ്, ഫയർ, എർത്ത്, മെറ്റൽ, വാട്ടർ ആണെന്നുള്ളത് അറിയാം. ഇതിന് ഓരോന്നിനും ഓരോ ഡയറക്ഷൻസ് ഉണ്ട്. ഈ ഡയറക്ഷൻ എല്ലാം തന്നെ വന്നിട്ട് നമ്മളുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഒത്തുപോകുമെങ്കിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് TCMന്റെ ആയതുകൊണ്ട് നമുക്ക് TCMലായിട്ട് നമുക്ക് പറയാം. ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് സസ്യജാലങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ്സ് വെക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം എപ്പോഴും കിഴക്ക് വശത്താണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ ഈ സസ്യജാലങ്ങളിലേക്ക് പ്രകാശം തട്ടുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കൺസെപ്റ്റ്സ്, അതായത് ബാക്കി അതിനാവശ്യമുള്ള വെള്ളവും മറ്റേ അതിനാവശ്യമുള്ള എലമെന്റ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ആയുസ്സും അതേമാതിരി തന്നെ അതിന് കൂടുതൽ പൂക്കളാണെങ്കിൽ പൂക്കളും ഫ്രൂട്ട്സും കിട്ടാൻ ഏറ്റവും നല്ലത് കിഴക്ക് വശത്ത് വെക്കുന്നതാണ്. എന്തുകൊണ്ടാ വെച്ചാൽ സസ്യജാലങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടത് സൂര്യന്റെ ചൂടാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ആദ്യം കിഴക്ക് വശങ്ങളിലാണ് സൂര്യപ്രകാശം തട്ടുക. അതുകൊണ്ട് തന്നെ കിഴക്കാണ് സസ്യജാലങ്ങൾ വെക്കാൻ ഏറ്റവും നല്ലത്. അതുകൊണ്ട് വുഡിന്റെ പ്ലേസ് എന്ന് പറയുന്നത് കിഴക്കാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഫയർ എന്ന് പറയുന്നത് സൗത്താണ്. നമ്മളുടെ ഇവിടെയും അടുപ്പിന് പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞിട്ട് തെക്ക് കിഴക്കേ മൂല എന്നാ പറയാ. തെക്ക് വശത്തും കിഴക്ക്, അത് നേരെ കിഴക്കല്ല വെക്കുക നമ്മൾ. ഫയർ എന്ന് നമ്മുടെ ഭാരതീയ ഇത് പ്രകാരം അതിനെ തെക്ക് കിഴക്കേ മൂല എന്ന് പറയാം. തെക്കാണ് ഫയറിന്റെ പ്ലേസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരാളെ പണ്ടൊക്കെ വന്നിട്ട് മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ദഹനം ചെയ്യുമായിരുന്നു. അപ്പോഴാണ് നമ്മൾ പൊതുവെ പറയാം അവനെ തെക്കോട്ട് എടുത്തോ എന്ന് ചോദിക്കും. എന്തുകൊണ്ടാ വെച്ചാൽ അഗ്നിക്ക് ഇരയാക്കാൻ വേണ്ടി തെക്കോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത്. ഫയറിന്റെ പ്ലേസ് ആയിട്ട് സൗത്തിനെ പറയും. ആ ഭാഗത്ത് ചൂട് പൊതുവെ കൂടുതലായിരിക്കും എന്നാ പറയാം. അപ്പൊ നമ്മളൊരു വീട് കെട്ടുന്ന സമയത്തൊക്കെ കിഴക്ക് നമ്മുടെ ബെഡ്റൂംസ് സൗത്ത് സൈഡ് വരുന്ന ബെഡ്റൂമും അതേമാതിരി തന്നെ വടക്ക് വശത്ത് 2 ബെഡ്റൂം ഉണ്ടെങ്കിൽ മുകളിൽ ഓപ്പൺ സ്പേസ് ആണെങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി കുറച്ച് ചൂട് കൂടുതലായിട്ട് ഫീൽ ചെയ്യുക സൗത്തിലാണ് നോർത്തുള്ള ബെഡ്റൂമിനേക്കാളും. നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കിക്കോ. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴും തെക്ക് വശത്ത് ചൂട് കൂടുതലും വടക്ക് വശത്ത് ചൂട് കമ്പാരിറ്റീവ്ലി തെക്കിനേക്കാളും കുറവുമായിരിക്കും. അതേമാതിരി തന്നെ എർത്തിന് എപ്പോഴും സെന്റർ ഓഫ്
ഓർഗൻസ് എന്നാ പറയാ. എർത്ത് എന്ന് പറയുന്നത് കാരണം എർത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ എർത്തിനെ സെന്റർ ഓഫ് ഓർഗൻസ് എന്നാ പറയാ. മെറ്റൽ വന്നിട്ട് വെസ്റ്റ് എന്നാ പറയാ. ഓക്കെ, പടിഞ്ഞാറൻ കാറ്റ് അല്ലെ, നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പടിഞ്ഞാറൻ കാറ്റ് എന്ന് പറയും, വെസ്റ്റ് ആണെന്ന് പറയാം. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു സൗത്തിന് ചൂടായത് കൊണ്ട് അതിന്റെ ഓപ്പോസിറ്റിൽ എപ്പോഴും വാട്ടർ വരും. സൗത്തിനേക്കാളും തണുപ്പ് കൂടുതലുള്ള ഭാഗം നോർത്താണ്. അതുകൊണ്ട് തന്നെ വാട്ടറിനെ നോർത്ത് സൈഡായിട്ട് നമ്മൾ പറയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിന് സീസൺ വെച്ചിട്ട് ഈ സീസണിൽ മാത്രമാണ് നമുക്ക് ചെറിയൊരു ഓർഡറിൽ ഡിസോർഡേഴ്സ് വരിക. ഇത് ചൈനീസ് സിസ്റ്റം പ്രകാരം ആയതുകൊണ്ട് സസ്യജാലങ്ങൾ ഏറ്റവും കൂടുതൽ പൂവിടുന്ന കാലം വസന്തകാലം ആയതുകൊണ്ട് സ്പ്രിംഗ് സീസൺ എന്ന് പറയും. അത് വുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആ സമയത്ത് തന്നെയാണ് വുഡിന് നിന്നിട്ട് നിറയെ ബുദ്ധിമുട്ടുകളും വരാറുണ്ട്. പക്ഷെ ഫ്ലറിഷിങ് ആവണതും ഈ സമയത്ത് തന്നെയാണ്. അതേമാതിരി തന്നെ ചൂട് നമുക്കറിയാം വേനൽക്കാലത്താണ്. അതുകൊണ്ട് സമ്മറിനെ ഫയറിന്റെ സിംറ്റം ആയിട്ട് അല്ലെങ്കിൽ സീസൺ ആയിട്ട് പറയും. അത് കഴിഞ്ഞാൽ ലേറ്റ് സമ്മർ, അതായത് സമ്മറിനെ തന്നെ ചൈനീസിൽ 2 ടെർമിനോളജിയാണ്. ഒന്ന് ചൂടും പിന്നെ ഒന്ന് ലേറ്റ് സമ്മർ എന്ന് പറഞ്ഞ സമയത്ത് മറ്റേ എന്താ പറയാ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഓക്കെ വരുന്ന ക്ലൈമറ്റ് ആണ് ചൈനീസിൽ. അതിനെ ലേറ്റ് സമ്മർ എന്ന് പറയും. കുറച്ചുകൂടെ ചൂട് കൂടുതലുള്ള സ്ഥലം അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും ആ സമയത്ത്. മറ്റേ സൂര്യപ്രകാശത്തിനേക്കാളും മറ്റേ ഹ്യൂമിഡിറ്റി കൂടുതലുള്ളത് ഈ ലേറ്റ് സമ്മറിലായിരിക്കും. അതേമാതിരി തന്നെ മറ്റേ ഓട്ടം എന്ന് പറയുന്ന സമയത്ത് മറ്റേ ശരത്കാലാണ്, കാറ്റുകാലം. അത് മെറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, തണുപ്പ് വെള്ളമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതൊന്നും നമുക്ക് എക്സ്ട്രാ എക്സ്പ്ലനേഷൻസ് ആവശ്യം വരുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് എന്നെക്കാളും നന്നായിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവും. അതേമാതിരി ആ ഓരോ സമയത്തും വന്നിട്ട് അതിന്റെ ക്ലൈമറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. വുഡിന് വന്നിട്ട് വിൻഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതേമാതിരി ഫയറിന് ഹീറ്റ് ആണ്. എർത്ത് ഡാംപിനെസ്, അത് എർത്തിൽ എന്ത് പറഞ്ഞാൽ ഡംപിങ് ചെയ്യുന്ന സ്ഥലമാണ് എർത്ത് എന്ന് പറയാം. അപ്പൊ നമ്മളൊരു വീട്ടില് നമ്മൾ എന്തൊരു സാധനവും കളയാനും എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന എർത്തിനെയാണ് അല്ലേ. ശരിക്കും നമ്മൾ എർത്തിലെ ഡംപ് ചെയ്യാണ്, നമ്മളാണ് ഈ ഡംപ് ചെയ്ത് എർത്തിനെ കേടുവരുത്തുന്നത്. അതേമാതിരി നമ്മുടെ വീട്ടുകളിലും ചിലപ്പോൾ ഡംപ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു റൂം വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഡംപിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ ശരീരത്തിൽ അസുഖമായിട്ട് ബന്ധപ്പെട്ട് കണക്കാക്കുന്ന സമയത്ത് ഡാംപിനെസ് എന്ന് പറയുന്നത് നമ്മുടെ നീർ, അതായത് ശരീരത്തിൽ എവിടെയെങ്കിലും സ്വെല്ലിംഗ് വരികയോ അല്ലെങ്കിൽ വാട്ടറിന്റെ അക്യുമുലേഷൻ കൂടുന്നതിനെയൊക്കെ ഡാംപിനെസിന്റെ കൺസിഡറേഷനിലാണ് നമ്മൾ പറയാറ്. ഡാംപിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ശരീരത്തിനകത്ത് ഒരു നീരുണ്ടെങ്കിലും ആ നീരിനെ പറയുന്നത് നമ്മൾ ഡാംപിനെസ് എന്നാണ് പറയുക. ഓക്കെ, അതേമാതിരി മെറ്റൽ സമയത്ത് ഡ്രൈനെസ് ആണ്, കാറ്റുകാലത്ത് നമ്മൾ വരൾച്ചയാണ് ഉണ്ടാവുക. ഓക്കെ, അതേ കഴിഞ്ഞാല് മറ്റേ വെള്ളത്തിന്റെ കോൾഡ് ആണ് നമുക്കത് പറയാൻ. അതേപോലെ കളർ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ പഠിച്ചതാണ്. അത് നോർമലി നമുക്കതെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. വുഡിന് ഗ്രീൻ ആണ് റെപ്രസെന്റ് ചെയ്യാം, ഫയറിനെ റെഡ് റെപ്രസെന്റ് ചെയ്യുന്നു, എർത്തിനെ യെല്ലോ റെപ്രസെന്റ് ചെയ്യുന്നു, മെറ്റലിന് വൈറ്റും വാട്ടറിന് ബ്ലാക്കും ആണ്. അപ്പൊ ഇത് നമുക്ക് അസുഖവുമായിട്ടും മറ്റൊക്കെ നിങ്ങൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ സുജോക്കിലോ അല്ലെങ്കിൽ ഈ ഓർഗണിലൊക്കെ തന്നെ നിങ്ങൾ മറ്റേ എന്താ പറയാ കളറടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഡ്രസ് കോഡൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ എനർജീനെ നന്നായി സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കുട്ടികളൊക്കെ വന്നിട്ട് ഭയങ്കര എന്താ പറയാ ഡള്ളായിട്ടിരിക്കുന്ന കുട്ടികളാണ്, അങ്ങനെ ആക്ടിവിറ്റി കുറവുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ആക്ച്വലി വന്നിട്ട് ഫയർ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുവന്ന വസ്ത്രങ്ങൾ കൂടുതൽ കൊടുക്കുക. കുട്ടികൾക്കുള്ള റൂമാണെങ്കിൽ അവരുടെ ബെഡ്ഷീറ്റും മറ്റുമൊക്കെ ചുവപ്പ് വെക്കുക, അല്ലെങ്കിൽ ചുവന്ന നിറത്തിനകത്തേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുറച്ചൊരു മറ്റേ എന്താ പറയാ ആക്റ്റീവ്നെസ് കുട്ടികളിൽ കൂടും. ഓക്കെ, അതല്ല നമ്മുടെ ഇവിടെ ക്ലാസ് എടുക്കാൻ ഡോക്ടർ ഹരി എന്ന് പറഞ്ഞ് വരാറുണ്ട്, ആയുർവേദ ഡോക്ടറാണ് അദ്ദേഹം, എടപ്പാളുള്ളത്. അദ്ദേഹം ഇത് റിസർച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് എറുമ്പുകൾ കഴിക്കുന്ന ഫുഡിനെ റെഡിഷ് കളറിലുള്ളതും അതേ സാധനത്തിനെ മറ്റേ ബ്ലൂ കളറൊക്കെ അടിച്ചു വെക്കുന്ന സമയത്ത് റെഡിഷ് കളറായിട്ടുള്ള സാധനങ്ങളിലേക്കാണ് എറുമ്പുകൾ പോലും അട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ കുറെ റിസർച്ച് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് അദ്ദേഹം. നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. സോ അതേമാതിരി തന്നെ നിങ്ങൾക്ക് ബോഡിയിൽ പനി വന്നിരിക്കുന്നു, നല്ല ചൂടാണ് എങ്കിൽ തണുത്ത ഡ്രസ്സുകൾ ഇടുന്നത് അല്ലെങ്കിൽ ബ്ലൂ കളർ ഡ്രസ്സ് ഇടുന്നത് അവരുടെ ചൂടിനെ കുറയ്ക്കാൻ സഹായിക്കും. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഭർത്താവോ ഭാര്യയോ എപ്പോഴും വന്നിട്ട് ഒരു എല്ലാത്തിനും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിൽ ചെറിയൊരു മാറ്റം വരുത്താൻ ബ്ലൂ കളർ ഡ്രസ്സസ് കൊടുത്തു കഴിഞ്ഞാൽ പൊതുവേ ഇത്തിരി മറ്റേ ചൂട് ഒന്ന് കുറയും. അതേമാതിരി നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന ആൾ ഒരു തണുത്ത ഒരാളാണെങ്കിൽ അയാൾ എന്നിട്ട് കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ചുവന്ന വസ്ത്രങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോർക്കും അസുഖങ്ങൾ വരുന്ന സമയത്ത് ഏതെങ്കിലും ഓർഗനെ സപ്പോർട്ട് ചെയ്യണം, അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ യു ക്യാൻ ചൂസ് ദാറ്റ് കളർ.
അത് തന്നെയാണ് ഈ മറ്റെന്താ പറയുക വാട്ടർ തെറാപ്പിയിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കളർ കുപ്പികളുണ്ടല്ലോ, ഈ 5 തലത്തിലുള്ള കളർ കുപ്പികൾ എടുത്തു വെക്കുക, അതിനകത്തേക്ക് നല്ല വെള്ളം ഒഴിച്ച് സൂര്യന്റെ ചൂടിൽ 2 to 4 hours അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വെച്ചിട്ട് ഈ വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ വുഡിനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഗ്രീൻ കളർ ബോട്ടിൽ, ഫുൾ ഗ്രീൻ കളർ ബോട്ടിൽ വെള്ളം ഒഴിച്ച് സൂര്യപ്രകാശത്തേക്ക് വെച്ചിട്ട് ആ വെള്ളം കൊടുക്കുന്നത് അവർക്ക് നല്ലതാണ്. അതേമാതിരി തന്നെ വേനൽക്കാലത്ത് പനി വരുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനെങ്കിൽ ബ്ലൂ കളർ ആയിട്ടുള്ള ഡ്രസ്സുകൾ കൊടുക്കുക, നല്ല ബ്ലൂ നിറത്തിലുള്ള കുപ്പിയിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ട് ആ വെള്ളം മറ്റേ സൂര്യപ്രകാശത്തിൽ ചൂടാക്കി കൊടുക്കുന്നത് അവർക്ക് നല്ലതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഓരോന്നിനും ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കളർ എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഭാഗത്ത് റിസംബ്ലൻസ് ആവണം. മോഷനിൽ ഗ്രീൻ കളർ വരികയാണ്, മോഷനിൽ റെഡിഷ്നെസ് വരികയാണ്, യെല്ലോ വരുന്നുണ്ട്, വൈറ്റ് കൂടുതലാണ്, ബ്ലാക്ക് കൂടുതലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇൻഡിക്കേഷൻസ് ആണ് ഇന്ന് ഓർഗനിലൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന്. അതേമാതിരി തന്നെ സ്കിന്നിൽ ഒരു കളർ ചേഞ്ചസ് വരുന്നു, പാച്ചസ് വരുന്നു. ആ പാച്ചസ് റിസംബിൾ ചെയ്യുന്ന കളർ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ എലമെന്റ്സിനെയാണ് ഇത് ബാധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേമാതിരി തന്നെ പലരും വന്നിട്ട് ഡൈ അടിക്കുന്ന ആളുകളുണ്ട്. ആക്ച്വലി വന്നിട്ട് ഡൈ അടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, കുറച്ചൊരു നര വരുമ്പോഴേക്കും ഡൈ അടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ 2 പേര് വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒരേപോലെ ഡൈ തുടങ്ങുന്ന സമയത്ത് ഒരാൾ ഡൈ അടിച്ച് നോക്കൂ, ഒരാൾ അടിക്കാതിരിക്കും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൈ അടിക്കുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ വെളുത്ത നിറകൾ മുടിയിൽ വന്നിട്ടുണ്ടാവും. മുട്ടയടിച്ചു കഴിഞ്ഞാൽ ഡൈ അടിക്കാതെ നോക്കിക്കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. അതേ സമയത്ത് ഡൈ അടിക്കാത്ത ആൾക്കാർക്ക് നര ഉണ്ടെങ്കിൽ പോലും വളരെ ഗ്രാജുവലിയേ തുടങ്ങത്തുള്ളൂ. ഇതെല്ലാം നിങ്ങളുടെ ബോഡിയുടെ മെക്കാനിസമാണ്. അതിന് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമുള്ള എല്ലാ തലമുടി. അത് നിങ്ങൾ സൂര്യപ്രകാശം തട്ടുന്ന അടിച്ചാലും തട്ടാത്ത അടിച്ചു കഴിഞ്ഞാലും ഹെന്ന അടിച്ചാലും ശരി, ഇനിയിപ്പോ ഗോദ്രേജോ അല്ലെങ്കിൽ വേറെ എന്തടിച്ചു കഴിഞ്ഞാലും സെയിം തന്നെയാണ്. ഓക്കെ, അത് നിങ്ങളുടെ ശരീരത്തിന്റെ ചീയുമായിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് മുഖത്ത് ക്രീം തേക്കുന്നതും എല്ലാം തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഒരു ഇഷ്യൂസിനെ കുറേശ്ശെ കൂട്ടുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റ് അല്ല, പക്ഷെ TCM എന്ന് പറയുന്നത് പ്രകൃതി തത്വങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് പ്രകൃതിയുള്ള എല്ലാമായിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റാവുന്ന ദ മോസ്റ്റ് എന്താ പറയുക നേച്ചറായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സിസ്റ്റമാണ് TCM എന്ന് പറയുന്നത്. ഇത് നിങ്ങളെ സംബന്ധിച്ചിട്ട് ഇതൊരു ഡിസീസിന് മാത്രം പഠിക്കുന്നതാണെങ്കിൽ അങ്ങനെയല്ല, ഇത് വന്നിട്ട് പ്രപഞ്ചത്തിന്റെ തത്വങ്ങൾ തന്നെയാണ്. അല്ലാണ്ട് ഒരു ഡിസീസിന്റെ മാത്രമായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. സോ സീ ഇറ്റ് ആസ് എ എന്താ പറയുക, ഒരു പ്രകൃതിയുടെ എല്ലാ നിയമങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അതേമാതിരി തന്നെ ഈ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയും. അതായത് വുഡ് എന്ന് പറയുന്നത് ബർത്ത്, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് അവരുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ബർത്തുമായിട്ട് കണക്ട് ചെയ്യുന്നത് വുഡാണ്. ഓക്കെ, അതായത് ആ കുട്ടികൾ സ്ഥിരമായിട്ട് കരയുകയും മറ്റുമൊക്കെ ചെയ്യുന്നതെല്ലാം തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് പഠിക്കും. വുഡിന്റെ അല്ലെങ്കിൽ ലിവറിന്റെ ടോക്സിൻസ് എന്ന് പറയുന്നത് കണ്ണുനീരാണ്. ഓക്കെ, ഈ കണ്ണുനീര് കുട്ടി കൂടുതൽ കഴിയുന്നത് എന്താ വെച്ചാൽ ഈ ലിവറിനെ ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ചെറുപ്പകാലത്തിൽ കുട്ടികൾ എപ്പോഴും കരയുന്നത്. സോ അത് ബർത്തിന്റെ മറ്റേ ഈ 5 ഫേസസിലെ വുഡ് എന്ന് പറയുന്നത് ബർത്തുമായിട്ട് കണക്ട് ആക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഫയർ എന്ന് പറയുന്നത് ഗ്രോത്തുമായിട്ട് കണക്റ്റഡ് ആണ്. എർത്ത് എന്ന് പറയുന്നത് എല്ലാ മാറ്റങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സാധനമാണ്. ഓക്കെ, മെറ്റൽ എന്ന് പറയുന്നത് ഹാർവെസ്റ്റ് സീസൺ ആണ്. ഇതെല്ലാം കഴിഞ്ഞ് ഈ ഒരു ഹാർവെസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത ബർത്തിന് ഒരു ടൈം ഉണ്ട്. ആ ടൈമിനകത്ത് ഇതിനെ അടുത്തതിന് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിന് വാട്ടറിന്റെ കൺട്രോളിലാണ്. ഓക്കെ, ഇങ്ങനെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഓരോ സീസണിലും നമ്മൾ വന്നിട്ട് സെപ്പറേറ്റ് പറഞ്ഞു എന്നിരുന്നാൽ പോലും ഫർദറായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിനകത്തേക്ക് വെക്കേണ്ടത്, ഏതൊരു കാലാവസ്ഥാ വ്യതിയാനത്തിലും നമ്മൾ സമ്മറിൽ നിന്ന് നേരെ ഓട്ടത്തിൽ നിന്ന് നേരെ വിന്ററിൽ നിന്ന് സ്പ്രിങ് അങ്ങനെയല്ല പോകുന്നത്. ഇതിൻ്റെ ഇടയിലെല്ലാം ഒരു ഷോർട്ട് പീരിയഡ് ഉണ്ട്. ആ പീരിയഡ് ഈ ക്ലൈമറ്റിക്കൽ എർത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അടുത്തതിലേക്ക് പോവുക. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എല്ലാ സീസണും എർത്തുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളൊരു സൈക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇപ്പുറത്തുള്ള ചിത്രത്തിൽ എൻ്റെ മൗസ് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫയറിന് മെറ്റൽ ഇത് സീസൺ ആയിട്ട് കൺസിഡർ ചെയ്തെന്ന് വെക്കാം. സമ്മറിന് ഫയർ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സൈക്കിൾ മാത്രമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട. എർത്ത് സെൻട്രലാണ്, തമ്മിൽ ബന്ധമില്ല എന്ന് വിചാരിക്കേണ്ട. ഓരോ സീസൺ കഴിയുന്ന സമയത്തും സമ്മർ കഴിഞ്ഞ ഒരു സെർട്ടൺ ടൈമിൽ
എർത്തിനുള്ള ടൈമാണ്. അത് കഴിഞ്ഞിട്ട് ഓട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെയും എർത്തിലേക്ക് ചെറിയൊരു ടൈമുണ്ട്. ഒരു കാറ്റുകാലവും മഴക്കാലവും എല്ലാം മാറുന്ന സമയങ്ങളിൽ ഒരു ചെറിയൊരു ഹ്യൂമിഡിറ്റി നിങ്ങൾക്ക് തന്നിട്ടേ പോകത്തുള്ളൂ. കാരണം ആ ഹ്യൂമിഡിറ്റി എന്നുള്ളത് എർത്തിൻ്റെ ഭാഗമാണ്. അത് ഇവിടേക്ക് വന്ന് എല്ലാം വന്നിട്ടും പോയിക്കൊണ്ടിരിക്കണം, എർത്തുമായിട്ട് കണക്ട് ചെയ്തിട്ട്. അങ്ങനെയാണ് കാലാവസ്ഥാന വ്യതിയാനം വരുന്നത്. അല്ലാണ്ട് ഒറ്റ ദിവസം കൊണ്ട് മഴ തുടങ്ങി, ഒറ്റ ദിവസം കൊണ്ട് മഴ നിന്ന് അടുത്ത ദിവസം കാറ്റ് തുടങ്ങുകയല്ല. ഇതിൻ്റെ ഇടയിൽ സെർട്ടൻ പീരിയഡ്സ് ഉണ്ട്. ഓക്കെ, ഇത് പ്രകൃതി സുഗമമായ സഞ്ചാരത്തിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നെല്ലാം കൂടി താറുമാറായിരിക്കുന്നതുകൊണ്ട് നമുക്കതിനെ ഒബ്സർവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി കുറച്ചുകൂടെ നമ്മുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ എങ്ങനെ ഇത് വരുന്നു എന്നുള്ളത്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചത് തന്നെയാണ്. ഞാൻ ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ സോറി, എന്നാലും എനിക്ക് ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്ത് അറിയാം, നമ്മൾ എലമെന്റ്സ് അതേ തന്നെയാണ്. വുഡാണ്. വുഡിന്റെ ഓർഗൺ എന്ന് പറയുന്നത് ഈ ലിവറിനെ ഇൻഓർഗൺ ആയിട്ടും ഗാൽ ബ്ലാഡറിനെ യാങ് ആയിട്ട്, പൊളാരിറ്റി യാങ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അതിന്റെ സെൻസറി ഓർഗൻസ് എന്ന് പറയുന്നത് കണ്ണാണ്. അതുകൊണ്ടാണ് ലിവറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ യുവർ ഐസ്. അതുകൊണ്ട് ജോണ്ടിസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ കണ്ണിലേക്ക് നോക്കുന്നത്. അപ്പൊ എനിക്കൊരു സംശയമുണ്ട്, മറ്റേ വുഡിന്റെ നിറം എന്താണ്? പച്ചയാണ്. പക്ഷെ ജോണ്ടിസ് വരുന്ന സമയത്ത് കണ്ണിലേക്ക് നോക്കുമ്പോൾ മഞ്ഞ നിറാണ്. എന്താ സംഭവം? പച്ചയല്ലേ വരേണ്ടത്? ആക്ച്വലി വന്നിട്ട് ലിവറിന് ഒരു ഇഷ്യൂസ് വരണം എന്നുണ്ടെങ്കിൽ അത് എവിടുന്നേ വരത്തുള്ളൂ? എർത്തുനിന്നേ വരത്തുള്ളൂ. കാരണം സൂര്യപ്രകാശം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം വന്നിട്ട് എർത്തുനിന്നാണ് കിട്ടുന്നത്. ആക്ച്വലി ജോണ്ടിസ് വന്നിട്ട് എഫക്ട് ചെയ്യുന്നത് എർത്തിനെയാണ്. എർത്തിൽ ഇപ്പൊ നമ്മളൊരു ചെടി വെച്ചിട്ടുണ്ട്, വെറുതെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടികളിൽ അവിടെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ മഞ്ഞ നിറമായിട്ട് മാറും. എന്തേ? ബാക്കി മൂലകങ്ങളൊന്നും കിട്ടാതെ വെള്ളം മാത്രം കിട്ടുന്നത് കൊണ്ടാണ്. അതേമാതിരി നിങ്ങളുടെ ഇഷ്യൂ ശരിക്കും ആക്ച്വലി സ്റ്റൊമക്കിലാണ്. ആ സ്റ്റൊമക്ക് നന്നല്ലാത്തത് കൊണ്ട്, സ്റ്റൊമക്കിൽ നിന്ന് എടുക്കുന്നതെല്ലാം ടോക്സിക് ആയതുകൊണ്ട് ലിവറിനെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പം ഫണ്ടമെന്റലി നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ആക്ച്വലി എർത്തിനെ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. കാരണം നമ്മൾ എണ്ണയിൽ വറുത്തത്, മറിച്ച് സ്പൈസി എല്ലാ ടേസ്റ്റും അവോയ്ഡ് ചെയ്ത് പ്യോർലി ഫുഡിലെ മറ്റേ എളുപ്പം ദഹിക്കാവുന്ന സ്റ്റൊമക്കിലേക്കും സ്പ്ലീനിലേക്കും ലോഡ് വരാത്ത ഒരു ഫുഡ് സ്റ്റൈലാണ് നമ്മളവിടെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഇഷ്യൂസ് സംഭവിക്കുന്നത് എർത്തിനാണ്, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് വുഡിലാണെന്നാണ്. ഓക്കെ, സോ ബോഡിയുടെ മസിൽസ്, ബോഡി ലെയറിലെ മസിൽസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? വുഡാണ്. ഓക്കെ, ഇതിന് ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, നമുക്ക് പിന്നീട് പറയാം. നിങ്ങളിപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി പൊക്കോളൂ കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ പഠിക്കുന്നതിനകത്തൊക്കെ വന്നിട്ട് മസിൽസ് ആരാണ്? എർത്താണെന്നാ പറയാം, അല്ലേ? ആണോ? അതെ, സോഫ്റ്റ് ഈ ഇപ്പൊ എന്റെ സ്ലൈഡില് മസിൽസ് എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്റ്റാർട്ടിങ്ങിലുള്ള ഹലോ മസിൽസ് ഫുഡല്ലേ സാർ? മസിൽസ് ഫുഡിലല്ലേ? ടെൻഡൻ ആണ് ശരിക്കും. ഇപ്പോഴുള്ള പുസ്തകങ്ങളിലൊക്കെ ഇത് പണ്ട് ആദ്യ കാലങ്ങളിൽ വന്നിട്ട് മസില് വുഡിനായിട്ടും ആണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഇതിൽ ചെറിയൊരു മാറ്റങ്ങൾ വന്നിട്ട് ടെൻഡൻസ് വന്നിട്ട് വുഡായിട്ടും മസിൽസ് ഒക്കെ വന്നിട്ട് എർത്തിൻ്റെതായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും ഞാൻ പറയുന്നത്. അത് ഇപ്പോഴുള്ള പുസ്തകത്തിൽ നിന്ന് ഉള്ളതല്ല, ഞാൻ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ കോപ്പി ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഇഷ്യൂസ് ആണിത്. ഓക്കെ, സോ വുഡ് എന്ന് പറയുന്നതിൻ്റെ ബോഡി ലെയർ എന്ന് പറയുന്നത് ടെൻഡൻ ആണ് ശരിക്കും. ഓക്കെ, നമ്മളിപ്പോഴുള്ള പുസ്തകങ്ങളിലൊക്കെ ഇവിടെ എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ മസിലിനെയും ടെൻഡനെയും ഒന്നായിട്ട് കണ്ടത് കൊണ്ടാണ് അത് പറയുന്നത്. മസിൽസ് ബോണിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇഷ്യൂസ് ആണ്. അപ്പോൾ ആക്ച്വലി വന്നിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്ന സമയത്തും മസിൽസ് എന്ന് പറഞ്ഞാൽ എർത്തിനെ മാത്രമായിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല, വുഡിനെയും കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അതുകൊണ്ടാണ് ഇത് മസിൽസ് മാറ്റി ഒരു ടെൻഡൻ ആക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, ഇത് വെച്ചാലേ ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, ഈ ലിവറിൻ്റെ മറ്റേ എക്സസ് എമോഷൻ എന്ന് പറയുന്നത് ആങ്കർ ആണ്. ടേസ്റ്റ് എന്ന് പറയുന്നത് സോറാണ്. സോർ എന്ന് പറഞ്ഞാൽ ചവർപ്പ്. അപ്പോൾ വുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് വുഡിനെ റീജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചവർപ്പ് ടേസ്റ്റുള്ള ഫുഡ്സാണ് നല്ലത്, അല്ലെങ്കിൽ ചവർപ്പ് ടേസ്റ്റുള്ള സാധനങ്ങൾ. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ സിട്രിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓറഞ്ച്,
ഇതെല്ലാം ഉണ്ടല്ലോ, അല്ലെങ്കിൽ മുസംബീനെ നമുക്ക് ഇതിനകത്ത് ഇടാം. ഇതെല്ലാം വന്നിട്ട് പണ്ട് ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആശുപത്രികളുടെയും മുന്നിൽ, പണ്ടൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് കുറവാണ്, ഒന്നോ രണ്ടോ ചെറിയ ക്ലിനിക്കുകളാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ട് ഉണ്ടാവുക, പിന്നെയൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഒക്കെ. അപ്പൊ തമിഴ്നാട്ടിലാണെങ്കിലും ശരി, ഇവിടെ പാലക്കാടൊക്കെ ആണെങ്കിലും ശരി, അതിൻ്റെ അടുത്തുള്ള ഫ്രൂട്ട്സ് കടയിൽ എല്ലാ സീസണിലും കിട്ടുന്ന ഒരു ഫ്രൂട്ടായിരുന്നു നമ്മുടെ മുസംബി. ഓക്കെ, മുസംബി എല്ലാ സീസണിലും ഉണ്ടാവും. ആർക്ക് വയ്യാന്ന് ആശുപത്രിയിൽ കാണാൻ പോവുകയാണെങ്കിലും നമ്മൾ എന്താ വാങ്ങിയിട്ട് പോവാ? മുസംബിയ വാങ്ങിയിട്ട് പോവാ. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ലിവറിന് വളരെയേറെ പ്രാധാന്യമാണ്. നമ്മൾ ബാക്കിയുള്ള ഓർഗനൊക്കെ ഇമ്മ്യൂണിറ്റിയിൽ അങ്ങനെല്ലാം പറയുമെങ്കിൽ പോലും ഒരു സാധനം ഉള്ളിൽ എഫക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലിവറാണ് അതിൻ്റെ ഏറ്റവും പ്രാധാന്യം. അപ്പോൾ ലിവറിനെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ലിവറിനെ സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും നല്ല ഫ്രൂട്ട് ഒന്നാണ് എന്ത്? മുസംബി. ഓക്കെ, കാരണം മുസംബി എന്ന് പറയുന്നത് ലിവറിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നതല്ല, ഇതിൻ്റെ എല്ലാം സൂക്ഷ്മമായിട്ട് ഫേഷ്യ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളുടെ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. സ്കിന്നിൻ്റെ മുകളിലൊക്കെ ഒരു പാടയായിട്ട് കാണും. ഈ പാട നമ്മുടെ സ്കിന്നിൻ്റെ തൊട്ട് താഴെ തൊട്ടിട്ട് ഓരോ സെല്ലുകളെയും, കൂട്ടം ഓഫ് സെല്ലുകളെയും, ടിഷ്യൂസിനെയും, ഓർഗൻസിനെയും എല്ലാം കവർ ചെയ്തിട്ട് തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് പോലെയുള്ള പ്രകൃതിയിലെ നിങ്ങൾ ഒരു മുസംബി എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സ്ട്രക്ചറും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഫേഷ്യയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. സോ ഈ മുസംബിയാണ് ഏറ്റവും നല്ല ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത്, കാരണം ലിവറിനെ സപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ അതിനകത്ത് നിങ്ങൾ പോയി പഞ്ചസാരയും ഉള്ള ആവശ്യമില്ലാത്ത പാലും ഐസ് കട്ടയൊക്കെ ഇട്ടിട്ട് അതിനെ ഏറ്റവും മോശമാക്കിയിട്ടാണ് കഴിക്കുന്നത്. മുസംബി സാധാരണ എങ്ങനെയാണ് കഴിക്കുന്നത് വെച്ചാൽ, നമ്മൾ വീട്ടിലൊക്കെ ഒരു ട്രയാങ്കിൾ മാതിരി ഒരു ഇതുണ്ടാവും, അതിനകത്ത് വെച്ചിട്ട് ഹാഫായി കട്ട് ചെയ്ത് പിഴിഞ്ഞ് അതിൻ്റെ കുരു മാത്രം മാറ്റിയിട്ടാണ് കഴിക്കുക. സോ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ദയവായിട്ട് കുട്ടികൾക്കൊക്കെ വന്നിട്ട് മുസംബി നല്ലത് ദിവസം കൊടുക്കും, മധുരമൊന്നും ഇടാതെ. ആ കുട്ടികളിൽ ഒരുപാട് സ്കിന്നിലും അതേപോലെ തന്നെ അവരുടെ ഗ്രോത്തിനൊക്കെ നിങ്ങൾക്ക് നിറയെ മാറ്റങ്ങൾ കാണാൻ പറ്റും. പക്ഷേ ജ്യൂസ് അടിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടിയിട്ടാണ് ഈ മുസംബി. ഓക്കെ, എല്ലാത്തിൻ്റെ ടേസ്റ്റിനും ഓരോന്ന് ഈ പ്രത്യേകത ഉണ്ട്. അതേമാതിരി ഫയറിൻ്റെ ഹാർട്ടാണ് സ്മാൾ ഇൻറ്റസ്റ്റൈൻ. അതിൻ്റെ എക്സ്റ്റേണൽ ഡിവൈസ് അല്ലെങ്കിൽ ഓർഗൻ എന്ന് പറയുന്നത് ടങ് ആണെന്നറിയാം. ബ്ലഡ് വെസൽസ് ആണ് ഇതിൻ്റെ ബോഡി ലെയർ എന്നറിയാം. ജോയ് എന്ന് പറയുന്നത് സന്തോഷമാണ് ഫയറിൻ്റെ റിസംബ്ലൻസ്. അതേമാതിരി തന്നെ ബിറ്റർ, കശപ്പാണ് ഫയറിൻ്റെ ഇത്. അതുകൊണ്ട് പാവയ്ക്ക ജ്യൂസ് പല ആളുകളും വന്നിട്ട് ഡയബറ്റിക്കിന് നല്ലതാണെന്ന് പറഞ്ഞ് പാവയ്ക്ക ജ്യൂസ് നിറയെ കഴിക്കുന്നതുണ്ട്. അത് ആക്ച്വലി റെക്കമെൻഡഡ് അല്ല. ഫയർ എക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്, അല്ലേ? ജോയ് ഒരുപാടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്ത് സംഭവിക്കും? കുട്ടികൾ ഒരുപാട് ചിരിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നത് 1 മിനിറ്റ് സ്റ്റോപ്പായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മരണം സംഭവിക്കും. അതേമാതിരി തന്നെ പാവയ്ക്ക നല്ലതാണ്, പക്ഷേ മറ്റുള്ള ഫ്രൂട്ട്സ് പോലെ ദിവസം ഉപയോഗിക്കാനുള്ള സാധനമല്ല. ഓക്കെ, അത് നിങ്ങളുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പല ആൾക്കാരും ഡയബറ്റിക്കിനും മറ്റുമൊക്കെ പാവയ്ക്ക ജ്യൂസ് കഴിക്കുന്ന ഒരു ശീലമുണ്ട്. എപ്പോഴെങ്കിലും ഒരു ദിവസം എക്സസൈസ് അന്ന് കഴിച്ചോളൂ, അല്ലാണ്ട് ഒരു റുട്ടീനായിട്ട് നിങ്ങളുടെ ഫുഡ് സ്റ്റൈൽ പോലെ കഴിക്കാൻ പറ്റുന്ന സാധനമല്ല ഇത് ബിറ്റർ എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ എർത്തിൻ്റെ ഓർഗൻ എന്ന് പറയുന്നത് ഇന്റേണൽ ഓർഗനിൽ ഇൻ ഓർഗൻ സ്പ്ലീനും യാങ് ഓർഗൻ സ്റ്റൊമക്കും ആണ്. സെൻസറി ഓർഗൻ മൗത്താണ്. കണക്റ്റീവ് ടിഷ്യൂസ് ആണ് ഇവിടെ പറയുന്നത്. മസിൽസ്, ഫ്ലഷ് എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ മസിൽസും കണക്റ്റീവ് ടിഷ്യൂസ് ഒക്കെ വന്നിട്ട് എർത്തുമായിട്ട് കണക്റ്റഡ് ആണ്. അതേമാതിരി തന്നെ ഇതിൻ്റെ എമോഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കിങ് ആണ്, ഓവർ തിങ്കിങ് ആയിരിക്കും. വെറുതെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും ഉണ്ടാവുക എർത്ത് വീക്ക്നെസ് വരുന്ന സമയത്ത്. അതുകൊണ്ടാണ് പ്രായമായ ആൾക്കാരൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും. ഒട്ടുമിക്ക ആളുകൾക്കും എന്തുണ്ടാവും? മറ്റേ ഡയബറ്റിക്കും ഉണ്ടാവും. ഓക്കെ, അതേമാതിരി തന്നെ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സ്വീറ്റ് ആണ്. ഓക്കെ, അതേമാതിരി തന്നെ നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്ന 2 പ്രധാനപ്പെട്ടതിലൊന്ന് കപ്പയും പിന്നെ ഒന്ന് മധുരക്കിഴങ്ങുമാണ്. ഈ മധുരക്കിഴങ്ങ് ഡയബറ്റിക് ഉള്ളവർക്ക് കഴിക്കാം, ശരീരത്തിന് വളരെയേറെ നല്ലതാണ്. ഡയബറ്റിക് ഇല്ലാത്തവർക്കും ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട ഒരു സാധനമാണ് മധുരക്കിഴങ്ങ്. കപ്പ ഉപയോഗിക്കുന്നത് കഴിയുന്നതും കുറയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ കപ്പ ഉപയോഗിക്കുന്ന സമയത്ത് മഞ്ഞപ്പൊടി നിർബന്ധമായിട്ട് ഇടണം. ഓക്കെ, അത് നമ്മൾ ചെയ്യുന്നതാണ്, ജസ്റ്റ് എന്നാലും പറയുന്നു മാത്രം. പിന്നെ മെറ്റലിൻ്റെ ഓർഗൻസ് പറയുന്നത് ലങ്ങും ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. സെൻസറി ഓർഗൻ നോസ് ആണ്. സ്കിന്നാണ് അതിൻ്റെ ബോഡി ലെയർ. അപ്പോൾ ഒരു സ്കിന്നിൽ ഒരു ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെറ്റലുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ കളർ ഉപയോഗിച്ചിട്ട് അടുത്ത ഓർഗൻ ഏതാണെന്ന് മനസ്സിലാക്കാം. ചുവന്നതാണെങ്കിൽ ഫയർ, ഒരു ഗ്രീനിഷ് സ്റ്റൈൽ വരികയാണെങ്കിൽ അത് വുഡിനെയാണ്. ബ്രൗണും പലപ്പോഴും വന്നിട്ട് വുഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് കേട്ടോ. സ്കിന്നിൽ ബ്രൗൺ കളർ ഷെയ്ഡ് വരുന്നുണ്ടെങ്കിൽ അത് വുഡുമായിട്ടും കൂടെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഇഷ്യൂസ് എന്ന് പറയുന്നത് സാഡാണ്. എമോഷൻസ് എന്ന് പറയുന്നത് സാഡ്നെസ് ആണ്, അല്ലെങ്കിൽ ഗ്രിഫ്.
ഇപ്പം നിങ്ങൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു, ചെറിയ ചെറിയ സീനുകളൊക്കെ വരുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് സങ്കടം വരുന്നു, കരച്ചിൽ വരുന്നു. അതല്ലെങ്കിൽ റോഡിൽ കൂടി പോകുമ്പോൾ ഒരു ബുഷക്കാരെ കാണുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സാഡ് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മെറ്റൽ എലമെൻ്റ് ഒരുപാട് വീക്ക്നെസ് ഉള്ള ആളാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അത് അവർക്ക് സ്പൈസി ഫുഡ് നല്ലതാണ്. സ്പൈസി വന്നിട്ട് മെറ്റൽ എലമെൻറ്റിൻ്റെയാണ് ടേസ്റ്റ്. വാട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം കിഡ്നിയും യൂറിനറി ബ്ലാഡറാണ്. ഇയറാണ് അതിൻ്റെ എക്സ്റ്റേണൽ ഓർഗൻ അല്ലെങ്കിൽ സെൻസറി ഓർഗൻ. ബോൺസും ജോയിൻസും ആണ് ബോഡി ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഫിയർ എന്നിട്ട് എമോഷൻസ് ആണ്. നമുക്കൊരു ഭയം തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് വാട്ടർ ഇംബാലൻസ് ഉണ്ടെന്നാണ്. അതേ സമയത്ത് നിങ്ങൾ ദിവസവും വന്നിട്ട് ഏതെങ്കിലും ഒന്നിനെ ഭയപ്പെടുന്നു. ഓക്കെ, വീട്ടിലേക്ക് അച്ഛൻ വരുന്ന സമയത്ത് കുട്ടികളൊക്കെ പേടിച്ചിരിക്കുന്നു, ഭാര്യ പേടിച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിരന്തരം എന്തെങ്കിലും ഒന്നിനെ ഭയപ്പെട്ടിട്ട് കൊണ്ടാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാട്ടർ ഇംബാലൻസ് സംഭവിക്കും. അതായത് എമോഷൻസ് നിങ്ങൾ കൂടുതലാക്കിയാലും ആ ഓർഗൻ അതിൻ്റെ റിഫ്ലക്ഷൻ വരും. ഒരു ഓർഗൻ ഇംബാലൻസ് വന്നു കഴിഞ്ഞാലും എമോഷൻ വരും. വൈസ് വേഴ്സയാണ്, അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. ഒരു പാലം ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാ എന്നുള്ളത് പോലെ തന്നെയാണ് ഇവിടെ നിങ്ങൾ എമോഷൻസിനെ കൂട്ടിയാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. മറ്റേ ഓർഗണിന് ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എമോഷനിലേക്ക് വരും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ്. ടേസ്റ്റ് സാൾട്ടിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് സാൾട്ട് ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യണം, നിർത്തണം എന്ന് പറയുന്നത്. അതേ സമയത്ത് മാനസികമായ ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക്, നമുക്ക് ഭ്രാന്ത് എന്നോ അല്ലെങ്കിൽ ബുദ്ധി വളർച്ച കുറവുള്ള ആളുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ സാൾട്ടി ടേസ്റ്റ് നമുക്ക് നിറയെ കൊടുക്കേണ്ടി വരും. ബുദ്ധി വളർച്ചയ്ക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് സാൾട്ടി. പക്ഷെ നമ്മളൊക്കെ കുട്ടികൾ ജനിച്ച് നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഗ്രോത്ത് ആയി കഴിഞ്ഞു. ഇനി ഇതിനെ വളർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സാൾട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് അഭികാമ്യം. ഒരു 25 വയസ്സ് 30 വയസ്സോ 40 വയസ്സൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് സാൾട്ടിനെ സ്റ്റോപ്പ് ചെയ്യാം. ഇന്ന് ഇത്ര മതി എന്ന് വിചാരിക്കുന്നു. സമയം ഇന്ന് ഒത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ഹാഫ് ആൻ അവറാണ് ഈ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ഇത് ഓഫ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. എല്ലാ